ഹലോ ഫ്രണ്ട്സ്, ഞാൻ പിങ്കി ജിബി. നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് വളരെ രുചിയേറിയ ഒരു ബീഫ് കറിയാണ്. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ബീഫ് നന്നായി വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴത്തേനും ഇതിനേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്കെടുക്കാം. 2 സവാള, 1 വലിയ തക്കാളി, 1 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 1 തണ്ട് വേപ്പില, ഇവയെല്ലാം അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പയ്യെ ചതച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറി റെഡിയാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് പൊടിക്കാത്ത മസാലകൾ ചേർത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ സവാളയും തക്കാളിയും സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. തീ കുറച്ച് വെച്ച് മൂടി വെച്ച് പയ്യെ കുറച്ച് നേരം വേവിച്ചെടുക്കുക. ഇവയെല്ലാം വെന്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നന്നായി ഇളക്കി തിളച്ച് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾക്ക് കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചെടുക്കുക. അപ്പോൾ എയറെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളുടെ രുചിയേറിയ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.